പക്ഷി और दीमक का तीसरा भाग देखो। കഴിഞ്ഞ ക്ലാസ്സിലെ പക്ഷി और पिता के बीच का वार्तालाप तैयाराക്കാൻ പറഞ്ഞിരുന്നു. എല്ലാവരും തയ്യാറാക്കിയല്ലോ. बाकी देखो. उसे जमीन पर उतरकर दीमकें खाने की चट लग गई थी. പക്ഷി को जमीन पर उतरकर തറയിൽ ഇറങ്ങി दीमकें खाने की चट लग गई थी. दीमकें खाने की चट ചിതലുകളെ തിന്നുന്നതിനുള്ള താല്പര്യം വന്നിരിക്കുന്നു. अब उसे न तो दूसरे कीड़े अच्छे लगते न फल न अनाज के दाने. अब उसे दूसरे कीड़े മറ്റ് കീടങ്ങൾ താല്പര്യമില്ല. അതുപോലെ തന്നെ ഫൽ അനാജ് കെ ദാനെ ധാന്യമണികൾ പക്ഷികളുടെ സ്വാഭാവിക ആഹാരം ആയ ഇവയോടൊന്നും ഈ പക്ഷിക്ക് താല്പര്യം ഇല്ലാതിരിക്കുന്നു. दीमकों का शौक अब उस पर हावी हो गया था. दीमकों का शौक ചിതലിനോടുള്ള താല്പര്യം ഉസ് पर हावी हो गया था. हावी होना കീഴടക്കുക, അവനെ കീഴടക്കിയിരിക്കുന്നു. लेकिन ऐसा कितने दिनों तक चलता. उसके पंखों की संख्या लगातार घटती चली गई. गाड़ी वाला रोज आता है, पक्षी उसे एक पंख देता है, 2 दीमकें लेता है. ऐसा करने से पंखों की संख्या തൂവലുകളുടെ എണ്ണം लगातार घटती चली गई തുടർച്ചയായി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരുന്നു. अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था. अब वह ऊंचाइयों पर ഉയരങ്ങളിൽ अपना संतुलन साध नहीं सकता था. അതിൻ്റെ സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. न बहुत समय तक पंख उसे सहारा दे सकते थे. बहुत समय तक കൂടുതൽ സമയം പറക്കാനായി ചിറകുകൾ അവനെ സഹായിക്കുന്നില്ല. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ों की चोटियों, गुंबदों और बुर्जों पर हाँफते हुए बैठ जाना पड़ता. आकाश यात्रा के दौरान आकाश याത്രക്കിടയ്ക്ക് उसे जल्दी जल्दी പെട്ടെന്ന് പഹാടി ചട്ടാനോ പർവ്വതങ്ങളിലെ പാറക്കല്ലുകൾ, പേടോങ്കി ചോടിയോ വൃക്ഷത്തലപ്പുകൾ, ഗുംബദോ ഓർ ബുർജോ താഴികക്കുടങ്ങൾ, ഗോപുരങ്ങൾ എന്നിവയിലൊക്കെ ഹാഫ്തേ ഹുയെ ബൈറ്റ് ജാനപ്പെട്ട ഹാഫ്തേ ഹുയെ കിതച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരുന്നു. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. इस समय उसके परिवार वाले കുടുംബാംഗങ്ങൾ തഥാ മിത്ര കൂട്ടുകാർ ഇവരൊക്കെ ഊഞ്ചായോ पर तैरते हुए आगे बढ़ जाते. വളരെ ഉയരങ്ങളിൽ വായുവിലൂടെ നീന്തി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ബഹുത്ത് പിച്ചട്ട് ജാന പുറകിലേക്കാകുക. നമ്മുടെ പക്ഷി വളരെ പുറകിലാകുന്നു. फिर भी दीमक खाने का उसका शौक कम नहीं हुआ. फिर भी എന്നിട്ടും दीमक खाने का उसका शौक, किसका शौक? दीमक खाने का शौक कम नहीं हुआ. दीमकों के लिए गाड़ी वाले को वो अपने पंख तोड़ कर देता है. अब भी इപ്പോഴും दीमकों के लिए, किसके लिए? दीमकों के लिए गाड़ी वाले को वह अपने पंख तोड़ कर पिड़द കൊടുത്തുകൊണ്ടേയിരുന്നു. बाकी देखो. फिर उसने सोचा कि आसमान में उड़ना ही फिजूल है. ഇപ്പോൾ അവൻ ഇങ്ങനെ ചിന്തിച്ചു, ആകാശത്തിൽ പറക്കുന്നതേ വ്യർത്ഥമാണ്. ഫിജൂൽ, വ്യർത്ഥം. വ മൂർഖോं का काम है. മൂർഖോं का മണ്ടന്മാരുടെ പ്രവൃത്തിയാണ് ആകാശത്ത് പറക്കുക എന്നവൻ കരുതുന്നു. उसकी हालत यह थी कि अब वह आसमान में उड़ ही नहीं सकता था. ऐसा सोचने का कारण क्या है? उसकी हालत, അവൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? अब वह आसमान में उड़ ही नहीं सकता था. ആസ്മാൻ മേ ഉഡ് ഹി നഹി സക്താ ഥാ. അവനിപ്പോൾ ആകാശത്ത് പറക്കാനേ കഴിയുന്നില്ല. അത് കാരണം അവൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ആസ്മാൻ മേ ഉഡ്ന വിജൂൽ ഹേ, വ്യർത്ഥമാണ്. വ കിസ്കാ കാം ഹേ? മൂർഖോं का काम है.
वो सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. ഇപ്പോൾ അവൻ്റെ സ്ഥിതി എന്താണ്? ഏക പേട് സെ ഉൾക്കർ, ഒരു മരത്തിൽ നിന്ന് പറന്ന് അടുത്ത മരത്തിലേക്ക് എത്തുക. അത്രയുള്ള അകലത്തിൽ മാത്രം പറക്കാൻ കഴിയുന്നു. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ഭി കം ഹോത്തി ഗയി. ധീരെ ധീരെ പതിയെ പതിയെ ആ കഴിവും കൂടി കുറഞ്ഞു വന്നു. और एक समय वो आया जब वो बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचा. അടുത്ത് അവൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കിയേ. ഏക സമയം വോ ആയ ജബ് വോ ബഡി മുഷ്കിൽ സെ, വളരെ പ്രയാസപ്പെട്ട്, പേടിക്ക് ഏക ഡാൽ സെ, ഒരു മരത്തിൻ്റെ തന്നെ ഒരു ചില്ലയിൽ നിന്ന് ദൂസരി ഡാൽ പർ, അടുത്ത ചില്ലയിലേക്ക്, ചൽക്കർ നടന്ന്, ഫുദകർ ചാടി പോവുക. लेकिन दीमक खाने का शौक नहीं. इतनी होने पर भी किसका शौक नहीं छूटा? എന്ത് ഉപേക്ഷിച്ചില്ല? दीमक खाने का शौक. बच्चों, हमारी पक्षी की विशेषताएं क्या क्या थी? बहुत ऊंचाई पर उड़ सकता था, दूर दूर की भनक और दूर दूर की महक भी उसे मिल जाती थी. लेकिन अब उस पक्षी की दशा क्या है? वो एक पेड़ पर भी चलकर और खुद कर डाली से डाली चलता है.